7 വർഷക്കാലമായി പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഇവിടെ വളരെ നല്ല രീതിയിൽ ഖുർആൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണ പരമ്പര തന്നെ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ റഹ്മത്തുള്ള കാസിമി അവറുകളുടെ നേതൃത്വത്തിലുള്ള മഹത്തായ പ്രഭാഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ വിജ്ഞാനത്തിൻ്റെ മൊഴിമുത്തുകൾ വാരിക്കൂട്ടാൻ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെ നമുക്ക് അവസരമാണ് കൈവന്നിട്ടുള്ളത്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അധർമ്മത്തിൻ്റെയും അസന്മാർഗതയുടെയും പാതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആധുനിക യുവസമൂഹത്തിന് നന്മയുടെ സന്ദേശം നൽകിക്കൊണ്ട് ധർമ്മത്തിൻ്റെ പാതയിൽ അടിയുറച്ചു നിർത്തുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശമിടുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദീനി വിജ്ഞാന രംഗത്ത് വളരെ കുറഞ്ഞ അറിവുള്ള ഒരു സമൂഹമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം വേദികളിലൂടെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള പ്രഭാഷണം കേൾക്കുമ്പോൾ ദീനിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അത് അനുസരിച്ചുകൊണ്ട് ജീവിതം അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിട്ടപ്പെടുത്തുവാനുമൊക്കെ തന്നെ നമുക്ക് സാധിക്കണം. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പുണ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പുണ്യമാസത്തിൽ ധാരാളം വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുവാനും അതുപോലെ തന്നെ ജീവിതത്തിൽ നന്മകൾ പകർത്തുവാനും ഈ മാസത്തിലൂടെ നേടിയെടുക്കുന്ന ആത്മീയമായ ചൈതന്യം ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാനും ഓരോ സഹോദരന്മാരും മുന്നോട്ട് വരണം. അതിലൂടെ മാത്രമേ നമുക്ക് ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മഹത്തായ കലാമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ. ബിസ്മില്ലാഹി അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇന്നത്തെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ ഉപ്പയാണ്. ആ നാമധേയത്തിലാണ് നമ്മുടെ നഗർ നിലകൊള്ളുന്നത്. വളരെ സ്നേഹവായ്പോടുകൂടെ കഴിഞ്ഞ വർഷം വേണ്ട സാരോപദേശങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ടവർ ചെയ്തു തന്നു. മരണപ്പെട്ടുപോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. അള്ളാഹിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ ആ വലിയ മനുഷ്യൻ്റെയും അതുപോലെ കഴിഞ്ഞ മുഴുവൻ ആളുകളുടെയും ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നല്ല ഭാര്യ എന്നാണ് ഉത്തമ ദാമ്പത്യം, നല്ല ഭർത്താവ് എന്നായിരുന്നു ഇന്നലത്തെ വിഷയം. ഇന്ന് ഉത്തമ ദാമ്പത്യം നല്ല ഭാര്യ എന്നാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നല്ല സ്ത്രീ നല്ല ഭാര്യ എന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെയും സത്യനിഷേധത്തിൻ്റെയും ഈമാനിൻ്റെയും കുഫറിൻ്റെയും രണ്ടിൻ്റെയും ഉദാഹരണങ്ങളായി ഖുർആൻ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളെയാണ്. സത്യനിഷേധത്തിന് തെളിവായി ഉദാഹരണമായി പറഞ്ഞത് പെണ്ണിനെയാണ്. സത്യത്തിനും വിശ്വാസത്തിനും ഒരു ദർപ്പണമെന്നോണം ഉദാഹരണം പറഞ്ഞതും പെണ്ണിനെയാണ്. ചുരുക്കത്തിൽ ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും ആണിക്കല്ല് പെണ്ണാണ് എന്ന് മനസ്സിലാവും. أعوذ بالله من الشيطان الرجيم
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ومريم ابنة عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. സൂറത്തു തഹ്രീമിലാണ് അല്ലാഹു മനോഹരമായ ഈ വരികൾ പറയുന്നത്. ശ്രദ്ധിക്കുക. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു. സത്യനിഷേധികൾക്ക് അല്ലാഹു ഉദാഹരണം ഉണ്ടാക്കിയിരിക്കുന്നു. സത്യനിഷേധികൾക്ക് അല്ലാഹു ഉദാഹരണം പറയുകയാണ്. കുഫറിന് കാഫിറിന് ഉദാഹരണം പറയുകയാണ്. ആരാണ് ഉദാഹരണം? ഇമ്രഅത്ത നൂഹിൻ, ഒന്ന് മഹാനായ നൂഹിന്റെ ഭാര്യയാണ് അലൈഹിസ്സലാം. തെമ്മാടിയായിരുന്നു, സത്യനിഷേധിയായിരുന്നു ആ പെണ്ണ്. എന്നാൽ നന്നാവാനുള്ള എല്ലാ സാഹചര്യവും ആ പെണ്ണിനുണ്ടായിരുന്നു. അല്ല, ആ പെണ്ണ് പോലെ നന്നാവാൻ സാഹചര്യമുള്ള ആളുകൾ ചരിത്രത്തിൽ വിരളമായിരുന്നു. കാരണം 950 കൊല്ലം അള്ളാഹുവിൻ്റെ സത്യമഠത്തിലേക്ക് ആളുകൾ ക്ഷണിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന നൂഹ് അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവർ സമർപ്പിച്ച ത്യാഗത്തിന് കയ്യും കണക്കുമില്ല. ആ ഒരു മനുഷ്യന്റെ ഒറ്റ പ്രാർത്ഥന കൊണ്ടാണ് തൂഫാൻ വന്നത് എന്ന് സൂറത്തുൽ ഖമറിൽ പറയുന്നുണ്ട്. ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫന്തസിർ ഫഫതഹ്നാ അബ്വാബസ് സമായി ബിമാഇൻ മുൻഹമിർ എന്ന് പറയുന്നു. ആ മഹാനായ മനുഷ്യന്റെ ഒരേ ഒരു പ്രാർത്ഥനയാണ് സയ്യിദ്ന നൂഹ് പ്രളയത്തിന്, തൂഫാനിന് കാരണം എന്ന് ഖുർആൻ പറയും. അത്രയും വലിയ സമുന്നതനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ്ന നൂഹ്. ആ നൂഹിന്റെ ഭാര്യക്ക് എത്ര വലിയ സാഹചര്യമുണ്ടായിരുന്നു നന്നാകാൻ. എന്നാലും അല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ഈ വെളിച്ചത്തിന്റെ മുഴുവനും മധ്യത്തിൽ ജീവിച്ചിട്ടും ഇരുട്ടിന്റെ നിദർശനമായി എന്നതാണ് ആ പെണ്ണിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുപ്രസിദ്ധി. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ചുരുക്കത്തിൽ നല്ലതിൻ്റെ നടുവിലൊന്നും നാം നന്നായിക്കൊള്ളണമെന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. നല്ലതിൻ്റെ നടുവിൽ നന്നായിക്കൊള്ളണമെന്നുമില്ല. ഭർത്താവ് എത്ര ഉന്നതനായതുകൊണ്ടും പെണ്ണ് നന്നായിക്കൊള്ളണം എന്നുമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല, ഖുലിഖന മിൻ ളിലാഇ ആദമൽ ഐസർ, ആദമിന്റെ ഇടത്തെ വാരിയല്ല് വളഞ്ഞതിൽ നിന്ന് എന്ന് പുണ്യനബി പഠിപ്പിച്ചത് ഇന്നലെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് ഇത്തരുണത്തിൽ ആ കാര്യം വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. പെണ്ണ് വളരെ നാശമായി പോയി. ആ പെണ്ണ് തൂഫാനിൽ പെട്ടുപോയി. മാത്രമല്ല, ഒരു മോനെയും തൂഫാനിലേക്ക് ആ പെണ്ണ് കൂടെ കൂട്ടി. കൻആൻ എന്ന മനുഷ്യൻ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോനാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പലവരും പറഞ്ഞിട്ടുള്ളതാണ് നീ നന്നാവണേ എന്ന്. പക്ഷെ നന്നായില്ല. കാരണം ഉമ്മയിലേക്ക് ചേർക്കപ്പെട്ടു. നൂഹ് നബിയുടെ ആദ്യത്തെ മകനാണ് കൻആൻ എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. പ്രളയ കൊടുങ്കാറ്റിൽ പർവ്വതാശൃംഖം തേടി പോയവർക്കിന്നും കാണാം പിന്തുടർച്ചക്കാരേറെ. ഒരു കവി പറഞ്ഞു, പ്രളയ കൊടുങ്കാറ്റിൽ പർവ്വതാശൃംഖം തേടി പോയവർക്കിന്നും കാണാം പിന്തുടർച്ചക്കാരേറെ. കൊടുങ്കാറ്റിൽ, തൂഫാനിൽ